സർഫസ് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ്. അബ്സോർപ്ഷൻ, കറ്റാലിസിസ് ആൻഡ് കൊളോയിഡ്സ്. മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്: അബ്സോർപ്ഷൻ, കറ്റാലിസിസ് ആൻഡ് കൊളോയിഡ്സ്. അതിൽ അബ്സോർപ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചാർക്കോൾ നിറച്ച ഒരു ജാറിലേക്ക് ഹൈ പ്രഷറിൽ അമോണിയ ഗ്യാസ് കടത്തിവിട്ട് അത് അടച്ചു വെക്കുകയാണെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ അമോണിയ ഗ്യാസിൻ്റെ പ്രഷർ കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഗ്യാസ് പ്രഷർ എങ്ങനെയാണ് കുറഞ്ഞത്? അതിൻ്റെ എക്സ്പ്ലനേഷനായി പറയാവുന്നത്, ഈ കുറച്ച് അമോണിയ മോളിക്യൂൾസ് ചാർക്കോൾ അല്ലെങ്കിൽ കരിയുടെ മുകളിൽ അഡ്സോർബ് ചെയ്യപ്പെടുകയാണ്, അതായത് അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അവിടെ വന്ന് അടിഞ്ഞു കൂടുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സോളിഡിൻ്റെ മുകളിൽ ഗ്യാസ് വന്ന് അഡ്സോർബ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അഡ്സോർഷന് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: അക്യുമുലേഷൻ ഓഫ് എ മോളിക്കുലർ സ്പീഷീസ്. ഇവിടെ വരുന്ന മോളിക്കുലർ സ്പീഷീസ് അമോണിയ മോളിക്യൂൾസ് ആണ്. അക്യുമുലേഷൻ ഓഫ് എ മോളിക്കുലർ സ്പീഷീസ് ഓൺ ദ സർഫസ് ഓഫ് എ സോളിഡ് ഓർ എ ലിക്വിഡ്. അപ്പോൾ ഒരു മോളിക്കുലർ സ്പീഷീസ് ഒരു സോളിഡിൻ്റെയോ ലിക്വിഡിൻ്റെയോ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടിഞ്ഞു കൂടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അഡ്സോർഷൻ എന്ന് വിളിക്കുക. ഒന്നുകൂടെ പറയാം: അഡ്സോർഷൻ ഈസ് ദ accumulation of a molecular species on the surface of a solid or a liquid than in the bulk. ബൾക്കിനെ അപേക്ഷിച്ച് സർഫസിൽ കൂടുതൽ മോളിക്യൂൾസ് വന്ന് അടിയുന്ന ഈ ഒരു ഫിനോമിനെ ആണ്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയാണ് വിളിക്കുക അഡ്സോർഷൻ എന്ന് വിളിക്കാം. പിന്നെ ഇതിന് പല എക്സാമ്പിൾസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്കറിയാം, empty ആയിട്ടുള്ള ബോട്ടിലുകളിലൊക്കെ സിലിക്ക ജെല്ലിൻ്റെ ഒരു പാക്കറ്റ് കാണാം, സിലിക്ക ജെൽ. അപ്പോൾ അവിടെ ആ ബോട്ടിലുകൾക്കകത്തുള്ള വാട്ടർ വേപ്പർ അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സിലിക്ക ജെൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അഡ്സോർഷൻ ഓഫ് വാട്ടർ വേപ്പർ ഓൺ സിലിക്ക ജെൽ. അതുപോലെ നമ്മൾ ചെറിയ കാലഘട്ടത്തിലൊക്കെ ഇങ്ക് വലിച്ചെടുക്കാനായിട്ട് ചോക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചോക്ക് ഇങ്കിൽ മുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളറുള്ള സബ്സ്റ്റൻസ്, ഇങ്കിൻ്റെ കളറുള്ള സബ്സ്റ്റൻസ് ചോക്കിൻ്റെ മുകളിൽ അഡ്സോർബ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ലിക്വിഡ് ഉള്ളിലേക്ക് പോകും, പക്ഷേ ചോക്കിൻ്റെ മുകളിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്ന, മുകൾ ഭാഗത്ത് അഡ്സോർബ് ചെയ്യപ്പെടുന്ന അതിൻ്റെ കളേഡ് മെറ്റീരിയലാണ്, ഇങ്കിൻ്റെ കളേഡ് മെറ്റീരിയലാണ്. അപ്പോൾ ഇനി അടുത്ത ഇതിനകത്തൊരു രണ്ട് ടേമുകളുണ്ട്: അഡ്സോർബൻ്റ്. അപ്പോൾ അഡ്സോർബൻ്റ് എന്ന് പറയുന്നത് ഏത് സർഫസിലാണോ അഡ്സോർഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ചാർക്കോളിലാണ് അഡ്സോർഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അഡ്സോർബൻ്റ് ഏതാണ്? ചാർക്കോളാണ്. അപ്പോൾ the surface on which adsorption take place is called adsorbent. ഇനി അഡ്സോർബേറ്റ് എന്താണ്? the molecular species which is adsorbed. അഡ്സോർബ് ചെയ്യപ്പെടുന്ന മോളിക്കുലർ സ്പീഷീസ്. ഇവിടെ അമോണിയ മോളിക്യൂൾസ് ആണ് അഡ്സോർബ് ചെയ്യപ്പെടുന്നത്, അല്ലേ? സിലിക്ക ജെല്ലൊക്കെയാണ് വാട്ടർ വേപ്പറാണ് അഡ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അഡ്സോർബ് ചെയ്യപ്പെടുന്ന മോളിക്യൂൾ ഏതാണോ അതിനെ എന്ത് വിളിക്കും? അഡ്സോർബേറ്റ് എന്ന് വിളിക്കും. ഇനി ഈ അഡ്സോർബ് ചെയ്ത മോളിക്യൂള് നമുക്ക് വേണമെങ്കിൽ അത് എന്താണ് സർഫസിൽ നിന്ന് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ അഡ്സോർബ് ചെയ്ത മോളിക്യൂളിനെ കളയുന്ന പ്രോസസ്സിനെ, ദ റിമൂവൽ ഓഫ് അഡ്സോർബ്ഡ് മോളിക്യൂൾ ഫ്രം ദ സർഫസ് ഈസ് കോൾഡ് ഡീസോപ്ഷൻ. അഡ്സോർബ് ചെയ്ത മോളിക്യൂളിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് വിളിക്കുക, ഡീസോപ്ഷൻ എന്ന് വിളിക്കും. ഇനി നമ്മൾ സ്പോഞ്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, സ്പോഞ്ച് വെള്ളത്തിലിടുകയാണെങ്കിൽ സ്പോഞ്ച് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് തന്നെ അബ്സോർഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ അബ്സോർഷനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കാം. അപ്പോൾ അബ്സോർഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനാണ്. സർഫസിൽ മാത്രം നടക്കുന്ന ഒരു മോളിക്കുലർ സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കാം? അഡ്സോർഷൻ എന്ന് വിളിക്കാം. ഇനി സർഫസിലും ബൾക്കിലും ഒരുപോലെയാണെങ്കിൽ, സർഫസിലും ബൾക്കിലും മോളിക്യൂൾസ് ഒരുപോലെയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? അബ്സോർഷൻ എന്ന് വിളിക്കും. അപ്പോൾ അബ്സോർഷൻ നടക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണ്, കോൺസെൻട്രേഷൻ എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ യൂണിഫോം കോൺസെൻട്രേഷൻ
യൂണിഫോം കോൺസെൻട്രേഷൻ ഇൻ ദ സർഫസ് ആൻഡ് ഇൻ ദ ബൾക്ക്. പിന്നെ ഈ അഡ്സോർഷൻ എന്ന് പറയുന്നത് സർഫസ് ഫിനോമിനാണ്. സർഫസിൽ മാത്രം അല്ലെങ്കിൽ ഉപരിതലത്തിൽ മാത്രം നടക്കുന്ന ഒരു ഫിനോമിനാണ്. അബ്സോർഷൻ എന്ന് പറയുന്നത് ഒരു ബൾക്ക് ഫിനോമിനാണ്. പിന്നെ അഡ്സോർഷൻ എന്ന് പറഞ്ഞാൽ സർഫസിൽ മാത്രം മോളിക്യൂൾസ് വരുന്നത് കൊണ്ട് അതൊരു ഫാസ്റ്റ് പ്രോസസ്, വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ അബ്സോർഷൻ എന്താണ്, യൂണിഫോം റേറ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ വാട്ടർ വേപ്പറിൻ്റെ തന്നെ അബ്സോർഷൻ നടക്കുക. അപ്പോൾ വാട്ടർ സിലിക്ക ജെല്ലിലാണെങ്കിൽ എന്താണ് വാട്ടർ വേപ്പറിൻ്റെ അബ്സോർഷനാണ് നടക്കുക. എന്താണ് കാൽഷ്യം അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ എന്താണ് മുഴുവനിലേക്കാണ്. അപ്പോൾ എന്താണ് നടക്കുന്ന അബ്സോർഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അബ്സോർഷനും അഡ്സോർഷനും തമ്മിലുള്ള ഡിഫറൻസ് നന്നായി പഠിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അബ്സോർഷനും ഒരുമിച്ച് നടക്കുകയാണ്. അതായത് മഷിയുടെ കാര്യം, മഷി ചോക്കിൽ ആകുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അബ്സോർഷനും ഒരുമിച്ചാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അബ്സോർഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സോപ്ഷൻ എന്നുള്ള SORPTION സോപ്ഷൻ എന്ന് വിളിക്കും. ഇനി അഡ്സോർഷൻ 2 തരത്തിലുണ്ട്. അപ്പോൾ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ കെമീസ് ഓപ്ഷൻ എന്ന് വിളിക്കുന്നു. എന്താണ് അഡ്സോർബേറ്റും തമ്മിൽ കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ കെമീസ് ഓപ്ഷൻ എന്ന് വിളിക്കുന്നു. വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സാണ്, അഡ്സോർബേറ്റും തമ്മിൽ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ ഫിസീസ് ഓപ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഈ കെമീസ് ഓപ്ഷനും ഫിസീസ് ഓപ്ഷനും നമ്മുടെ ഡിഫറൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ കെമീസ് ഓപ്ഷൻ കെമിക്കൽ ബോണ്ട്സ് ആർ ഫോംഡ്, ഫിസീസ് ഓപ്ഷൻ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സസ് ആർ ഫോംഡ് ബിറ്റ്വീൻ അഡ്സോർബൻ്റ് ആൻഡ് അഡ്സോർബേറ്റ്. പിന്നെ നമുക്കറിയാം ഈ കെമിക്കൽ ബോണ്ടൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിന് കുറച്ച് എനർജി സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിന് കുറച്ച് ആക്ടിവേഷൻ എനർജി അത്യാവശ്യമാണ്, ഹൈ ആക്ടിവേഷൻ എനർജി. ഫിസീസ് ഓപ്ഷൻ ആണെങ്കിൽ ലോ ആക്ടിവേഷൻ എനർജി വളരെ കുറവാണ്. ഇനി മൂന്നാമത്തത് ഹൈ എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ. ഇപ്പോൾ അഡ്സോർഷൻ നടക്കുമ്പോൾ പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്, കുറച്ച് എനർജി പുറത്തേക്ക് വിടുന്നു. അപ്പോൾ 1 മോൾ ഗ്യാസ് അഡ്സോർബ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുന്ന എനർജിയാണെന്ന് വിളിക്കുക, നമ്മൾ എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ എന്ന് വിളിക്കുക. അപ്പോൾ കെമിക്കൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ ഹൈ ആയിരിക്കും. അതായത് ഏകദേശം 20 മുതൽ 100 കിലോ ജൂൾസ് വരെ വരാം. ഹൈ എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ. ഫിസീസ് ഓപ്ഷൻ ആണെങ്കിൽ ലോ എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ, ഏകദേശം 20 കിലോ ജൂൾസ് ഒക്കെ വരെ വരുന്നുള്ളൂ. പിന്നെ നാലാമത്തത് കെമീസ് ഓപ്ഷൻ സ്പെസിഫിക് ഇൻ നേച്ചർ. അതായത് ഇന്ന സ്പീഷീസ് ഇന്ന അഡ്സോർബൻറ്റിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നു. അത് തോന്നുന്നത് പോലെ അഡ്സോർഷൻ നടക്കില്ല, കൃത്യമായിട്ട് ഒരു സ്പീഷീസ് മാത്രം ഒരു അഡ്സോർബൻറ്റിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നു. അതിനാണ് വിളിക്കുക സ്പെസിഫിക് ഇൻ നേച്ചർ. പക്ഷേ ഫിസീസ് ഓപ്ഷൻ എവിടെ വേണമെങ്കിലും നടക്കാം, നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. അതായത് ഇന്നതിന്മേൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനി കെമീസ് ഓപ്ഷൻ ആണെങ്കിൽ ഒരു ലെയർ മാത്രമേ ഫോം ചെയ്യൂ, പല ലെയറുകൾ ഫോം ചെയ്യപ്പെടും. അപ്പോൾ ഒരു ലെയർ വന്ന് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്താൽ മാത്രമേ പിന്നെ അടുത്ത ലെയർ ഫോം ചെയ്യുന്നുള്ളൂ. പക്ഷേ ഫിസീസ് ഓപ്ഷനിൽ മൾട്ടി ലെയേഴ്സ്, ഒന്നിലധികം ലെയറുകൾ ഫോം ചെയ്യുന്നു. മൾട്ടി ലെയേഴ്സ് ആർ ഫോംഡ് ഇൻ ഫിസീസ് ഓപ്ഷൻ. ഇനി കെമീസ് ഓപ്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വന്ന് അഡ്സോർബ് ചെയ്യപ്പെടുന്നാൽ പിന്നെ ഉടനെ അത് ഡിസോർബ് പോകുന്നില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്താൽ മാത്രമേ അത് ഡിസോർബ് ചെയ്യപ്പെട്ടു പോവുള്ളൂ. പക്ഷേ ഫിസീസ് ഓപ്ഷൻ എന്താണ്, റിവേഴ്സിബിൾ. അത് തന്നെത്താൻ എന്താണ് ഡിസോർബ് ചെയ്ത് പോകാം, പിന്നെ അടുത്തത് വന്ന് അഡ്സോർബ് ചെയ്യപ്പെടാം. അപ്പോൾ ഇതൊക്കെയാണ് കെമീസ് ഓപ്ഷനും ഫിസീസ് ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പിന്നെ ലോ ടെമ്പറേച്ചറിൽ ഫിസീസ് ഓപ്ഷൻ നടക്കുന്നത് ഒരു സബ്സ്റ്റൻസ് വേണമെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ കെമീസ് ഓപ്ഷനായിട്ട് മാറാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രോജനേഷൻ യൂസിങ് നിക്കൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഹൈഡ്രോജനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഫിസീസ് ഓപ്ഷൻ നിക്കലിൻ്റെ മേളിൽ ഫിസീസ് ഓപ്ഷൻ നടത്തിയിട്ട് പിന്നീട് ഹൈ ടെമ്പറേച്ചറിൽ ഈ ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്തായിട്ട് മാറുന്നു, ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അത് എന്തായിട്ട് മാറും, ഫിസീസ് ഓപ്ഷനായിട്ട് മാറുന്നു. അപ്പോൾ എന്തായിട്ട് മാറുന്നു, ഫിസീസ് ഓപ്ഷനായിട്ട് മാറുന്നു. ഇനി ഈ അഡ്സോർഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നേച്ചർ ഓഫ് അഡ്സോർബിങ് ഗ്യാസ്.
നേച്ചർ ഓഫ് അബ്സോർബിങ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ തുടങ്ങിയ പെർമനന്റ് ഗ്യാസ്, ഇവയെ അപേക്ഷിച്ച് ലിക്വിഫാക്ഷൻ കൂടുതലുള്ള ഗ്യാസ്, ഇപ്പോൾ അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ഗ്യാസുകൾ വളരെ പെട്ടെന്ന് തന്നെ അഡ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ മോർ ലിക്വിഫയബിൾ ഗ്യാസ് ആർ മോർ അഡ്സോർബ്ഡ് ദാൻ പെർമനന്റ് ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ എക്സെട്ര. അപ്പോൾ അതായത് ഈ മോർ ലിക്വിഫയബിൾ ഗ്യാസിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, പെട്ടെന്ന് തന്നെ ലിക്വിഫൈ ചെയ്യുന്നതായതുകൊണ്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 0ക്ക് മുകളിലായിരിക്കും. അവ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അഡ്സോർബ് ചെയ്യപ്പെടും. ഏതിനെ അപേക്ഷിച്ചാണ്, പെർമനന്റ് ഗ്യാസിനെ അപേക്ഷിച്ച്. ഇനി രണ്ടാമത്തെ ഫാക്ടർ സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ്. നമുക്കറിയാം, ഒരു വലിയൊരു പീസ് കൊണ്ടുവച്ചിന്, കരിയുടെ ഒക്കെ ആണെങ്കിലും ഒരു വലിയൊരു പീസ് കൊണ്ടുവയ്ക്കുന്നതിലും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള അഡ്സോർബ് നടക്കുന്നത് എന്താണ്, പൗഡറായിട്ട് ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് കൂടുന്നു, അഡ്സോർഷൻ കൂടുന്നു. മൂന്നാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്തോറും ഫിസിക്സ് ഓപ്ഷൻ കുറഞ്ഞു വരികയാണ്. കാരണം അഡ്സോർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എക്സോതെർമിക് പ്രോസസ്സാണ്. പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോറും എന്ത് കുറഞ്ഞു വരുന്നു, ഫിസിക്സ് ഓപ്ഷൻ കുറഞ്ഞു വരുന്നു. ഫിസിക്സ് ഓപ്ഷൻ കുറഞ്ഞു വരുന്നു. പക്ഷേ കെമീസ് ഓപ്ഷന്റെ കേസിലാണെങ്കിൽ ആദ്യം ഒന്ന് കൂടിയിട്ട് പിന്നെ കുറയുന്നതായിട്ടാണ് കാണുന്നത്. കെമീസ് ഓപ്ഷൻ ആദ്യം കൂടിയിട്ട് പിന്നെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അബ്സോർപ്ഷൻ എക്സോതെർമിക് ആയതുകൊണ്ട് ഫിസിക്സ് ഓപ്ഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറഞ്ഞു വരുന്നു. പക്ഷേ കെമീസ് ഓപ്ഷൻ ആദ്യം ഒന്ന് കൂടിയിട്ട് പിന്നെ കുറഞ്ഞു വരുന്നു. ഈ ആദ്യം കൂടുന്നത് കാണിക്കുന്നത് ആക്ടിവേഷൻ എനർജി അക്വയർ ചെയ്യുന്നതാണ്. ആക്ടിവേഷൻ എനർജി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് ഇൻക്രീസ് കാണിക്കുന്നത്, പിന്നെ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇനി അടുത്ത നാലാമത്തെ ഫാക്ടർ പ്രഷറാണ്. നാലാമത്തെ ഫാക്ടർ പ്രഷർ. നമുക്കറിയാം, പ്രഷർ കൂടുന്തോറും, ഗ്യാസിൻ്റെ പ്രഷർ കൂടുന്തോറും അഡ്സോർഷൻ കൂടിയാണ് വരുന്നത്. പ്രഷർ കൂടുന്തോറും അഡ്സോർഷൻ കൂടിയാണ് വരുന്നത്. അപ്പോൾ ദ പ്ലോട്ട് ഓഫ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർഷൻ, X/M എന്ന് പറഞ്ഞ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർഷൻ, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് പെർ unit mass of the adsorbent. Number of moles of the gas adsorbed per unit mass of the adsorbent against pressure at a particular temperature. അതിനെ നമ്മൾ അഡ്സോർഷൻ ഐസോതേം എന്ന് വിളിക്കും. അഡ്സോർഷൻ ഐസോതേം എന്ന് വിളിക്കും. അപ്പോൾ ഈ ഐസോതേം കാണിക്കുന്നത് ആദ്യം പ്രഷർ കൂടുന്തോറും എന്ത് കൂടി വരുന്നു, അഡ്സോർഷൻ ഇൻക്രീസ് ചെയ്ത് വരുന്നു. അവസാനം പിന്നെ കുറേ കഴിയുമ്പോൾ അതെന്തായിട്ട് നിൽക്കുന്നു, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ പല ടെമ്പറേച്ചറുകളിൽ നമ്മൾ അഡ്സോർഷൻ ഐസോതേം വരയ്ക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും എക്സ് ആക്സിസിനോട് അടുത്ത്, ഇത് ഐസോതേം എക്സ് ആക്സിസിനോട് അടുത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ T1 ലോവർ ദാൻ T2, T1 ലോവറാണ്. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറിൽ എക്സ് ആക്സിസിനോട് അടുത്തായിട്ടാണ് ഈ ഗ്രാഫ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, പ്രഷർ കൂടുന്തോറും അഡ്സോർഷൻ കൂടുന്നു, പിന്നീട് ഹൈ പ്രഷറിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഫ്രണ്ട്ലിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർഷനും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ഇക്വേഷനായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ ആ റിലേഷനെയാണ് നമ്മുടെ ഫ്രണ്ട്ലിക് അഡ്സോർഷൻ ഐസോതേം എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷൻ ഇതാണ്, X/M is equal to K into P⁻1/n. അപ്പോൾ ഇവിടെ ഓരോ ലെറ്ററും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, X/M എന്ന് പറയുന്നത് X/M നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് അഡ്സോർബൻറ്റ്. അങ്ങനെയാണ് X/M. Kn ഇത് കോൺസ്റ്റൻസ് ആണ്, P പ്രഷർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ ഷോയിങ് ഫ്രണ്ട്ലി അഡ്സോർഷൻ ഐസോതേം.
അപ്പോൾ x/m is equal to k into p raised to 1/n. അപ്പോൾ ഫ്രണ്ട്ലി adsorption isotherm എന്ന് പറഞ്ഞാൽ it is a quantitative relationship between the extent of adsorption and the pressure, and the formula is x/m is equal to k into p raised to 1/n. ഇതിൻ്റെ ലോഗരിതമിക് ഫോം എടുക്കുകയാണെങ്കിൽ log x/m is equal to log k plus 1/n log p എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് y is equal to mx plus c എന്ന ഒരു ഇക്വേഷന് സമാനമാണ്. നമ്മൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് എടുക്കണം, ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ log x/m y ആക്സിലും log p x ആക്സിലുമായിട്ടൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സ്ലോപ്പ് equal to 1/n ആയിരിക്കും. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1/n. y ഇൻ്റർസെപ്റ്റ് log kക്ക് തുല്യമായിരിക്കും. y ഇൻ്റർസെപ്റ്റ് log kക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലോഗരിതമിക് ഫോം ചോദിക്കുകയാണെങ്കിൽ log x/m is equal to log k plus 1/n log p. On plotting x/m against log x/m against log p, a straight line graph with a positive slope is obtained. സ്ലോപ്പ് എത്ര വരും? 1/n ആയിരിക്കും. y ഇൻ്റർസെപ്റ്റ് എത്രയായിരിക്കും? log k ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 1/n ക്യാൻ ഹാവ് വാല്യൂ 0 to 1 എന്ന വാല്യൂ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 1/n 0 ആകുമ്പോഴത്തേക്ക് അപ്പോൾ x/m is equal to k into p raised to 0, that is equal to k, a constant ആയിരിക്കും. ഇത് ഒബ്സർവ് ചെയ്യുന്ന ഹൈ പ്രഷറിലാണ്. 1/n 0 ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്? x/m k into p raised to 0. p raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഒരു kക്ക് തുല്യം. x/m എന്തിന് തുല്യമായിരിക്കും? k ഒരു കോൺസ്റ്റന്റ് തുല്യമായിരിക്കും. ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവ്ഡ് അറ്റ് ഹൈ പ്രഷർ. observed at high pressure. ഇനി 1/n is equal to 1 എന്ന വാല്യൂ എടുക്കുകയാണെങ്കിൽ x/m is equal to k into p raised to 1. അപ്പോൾ p raised to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? x/m raised to is proportional to p. x/m proportional to p ആണ്. x/m is proportional, directly proportional to p. അതായത് ഇത് ലോ പ്രഷറിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും. നമ്മൾ ഗ്രാഫ് ആദ്യം ഗ്രാഫ് വരച്ചപ്പോൾ കണ്ടു, ലോ പ്രഷറിൽ x/m എന്തിന് പ്രൊപ്പോർഷണലാണ്? പ്രഷറിന് പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് അറ്റ് ലോ പ്രഷർ. ലോ പ്രഷറിൽ x/m എക്സ്റ്റെൻഡ് ഓഫ് അബ്സോർപ്ഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അടുത്തത് സൊല്യൂഷനുകളിൽ നിന്ന് ഇപ്പോൾ അസറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ലിറ്റ്മസ് തുടങ്ങിയ സൊല്യൂഷനുകളിലേക്ക് ചാർക്കോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ അസറ്റിക് ആസിഡിൻ്റെ അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ ലിറ്റ്മസിൻ്റെയോ കോൺസെൻട്രേഷൻ കുറയുന്നതായിട്ട് കാണാം. കാരണം എന്താണ്? ഈ സബ്സ്റ്റൻസുകൾ, ഈ അസറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ലിറ്റ്മസ് തുടങ്ങിയ സബ്സ്റ്റൻസുകൾ ചാർക്കോളിൽ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തിന് ഉദാഹരണമാണ്? സൊല്യൂഷനുകളിൽ നിന്ന് അബ്സോർപ്ഷൻ നടക്കുന്നതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അബ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷനിൽ നമ്മൾ ഫ്രണ്ട്ലി അബ്സോർപ്ഷൻ ഐസോതെർം എഴുതുകയാണെങ്കിൽ x/m is equal to k into c raised to 1/n. c എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. ഇപ്പോൾ ഏത് സൊല്യൂഷനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കോൺസെൻട്രേഷന് ആയിരിക്കും c. അപ്പോൾ ഫ്രണ്ട്ലി അബ്സോർപ്ഷൻ ഐസോതെർമിൽ x/m is equal to k into c raised to 1/n. അതുപോലെ ഈ അബ്സോർപ്ഷനും വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ആപ്ലിക്കേഷൻസ് ഓഫ് അബ്സോർപ്ഷൻ. അപ്പോൾ ഒന്നാമത് എന്താണ്? നമ്മുടെ ഗ്യാസ് മാസ്കുകളിൽ പോയിസണസ് ഗ്യാസ് ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്ന ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. ഗ്യാസ് മാസ്കുകളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അതിനകത്ത് എന്താണ്? അബ്സോർബൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? പോയിസണസ് ഗ്യാസുകൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ
ആനിമൽ ചാർക്കോൾ ഈസ് യൂസ്ഡ് ടു റിമൂവ് കളർ ഫ്രം സൊല്യൂഷൻസ്. ഇപ്പോൾ പഞ്ചസാര ലൈനിലൊക്കെ ഇപ്പോൾ എന്താണ് കരിമീൻ പഞ്ചസാര നമ്മൾ ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് കളർ ഉണ്ടായിരിക്കും. ഈ കളർ നീക്കുന്നതിന് എന്ത് ഉപയോഗിക്കുന്നു? ആനിമൽ ചാർക്കോൾ. അപ്പോൾ ആനിമൽ ചാർക്കോളിലൂടെ കടത്തിവിട്ട് അതിൻ്റെ കളറ് റിമൂവ് ചെയ്യുന്നു. അതുപോലെ ഹെട്രോജീനിയസ് കറ്റാലിസിസ് ഇപ്പോൾ ഹേബർ പ്രോസസ്സ് ആണെങ്കിലും അതുപോലെ എന്താണ് കോണ്ടാക്ട് പ്രോസസ്സൊക്കെ ആണെങ്കിലും നമ്മൾ ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ അഡ്സോർഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. ഇപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവിടെയുള്ള എയറിനെ എവിടെയാണോ ഉപയോഗിക്കുന്നത് അവിടെയുള്ള എയറിനെ മുഴുവൻ അബ്സോർബ് ചെയ്യാം. അപ്പോൾ ഹൈ വാക്വം ചെയ്യണം, അതായത് ശൂന്യത ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തുപയോഗിക്കുന്നു? അഡ്സോർഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നു. അതുപോലെ നമുക്കറിയാം സിലിക്ക ജെൽ ഒരു ഡ്രൈയിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെയും നമ്മൾ മോയ്സ്ചർ വലിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? സിലിക്ക ജെല്ല് ഉപയോഗിക്കുന്നു. അവിടെ മോയ്സ്ചർ സിലിക്ക ജെല്ലിൽ അബ്സോർബ് ചെയ്യണം. അപ്പോൾ ഇത് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർഷൻ? ഇത് ആദ്യം പറയുന്ന ഒരു ടോപ്പിക്കാണ് മെക്കാനിസം ഓഫ് അഡ്സോർഷൻ. മെക്കാനിസം ഓഫ് അഡ്സോർഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അഡ്സോർഷൻ നടക്കുമ്പോൾ പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ΔH നെഗറ്റീവാണ്. അതുകൊണ്ട് അഡ്സോർഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്. അഡ്സോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. ഇനി ഈ അഡ്സോർബ് ചെയ്യുന്ന ഗ്യാസ് സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യുന്നുണ്ട്, അതിന് ഫ്രീഡം കുറയുന്നതുകൊണ്ട് ΔS നെഗറ്റീവായിരിക്കും. അപ്പോൾ ഫ്രീ എനർജി ചേഞ്ച് ജിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ അനുസരിച്ച് ΔG = ΔH - T ΔS. അപ്പോൾ ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി നടക്കുമോ അല്ലയോ എന്നുള്ളത് ΔH വാല്യൂവിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ΔH കൂടുതൽ നെഗറ്റീവാണ്. T∆S അപേക്ഷിച്ച് ΔH കൂടുതൽ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എന്തായിട്ട് നടക്കും? സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. നമുക്കറിയാം സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കണമെങ്കിൽ ΔG നെഗറ്റീവാണ്. അപ്പോൾ ΔG വാല്യൂ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ΔH ΔS വാല്യൂവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി കുറേ അഡ്സോർഷൻ നടന്നു കഴിഞ്ഞ് ΔH T∆S ഈക്വൽ ആകുമ്പോഴത്തേക്ക് അപ്പോൾ ΔG വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത് അഡ്സോർഷൻ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയാം. അതായത് കൂടുതൽ അഡ്സോർഷൻ നടക്കുന്നു, പിന്നെ കൂടുതൽ അഡ്സോർഷൻ നടക്കുന്നില്ല, അഡ്സോർഷൻ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാറ്റലിസ്റ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ഉൽപ്രേരകം എന്നാണ്. ഉൽപ്രേരകം എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ വ്യത്യാസപ്പെടുത്തും. പക്ഷേ വിത്തൗട്ട് അണ്ടർഗോയിങ് ഇനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച് ഇറ്റ്സെൽഫ്, സ്വയമായിട്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടൊരു കെമിക്കൽ ചേഞ്ച് നടത്താതെ ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ കൂട്ടുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് വിളിക്കുക കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച് ഇറ്റ്സെൽഫ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ നമ്മൾ മാംഗനീസ് ഡയോക്സൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമായിട്ട് മാറും. അതുപോലെ ഹേബർ പ്രോസസ്സിൽ അമോണിയയുടെ പ്രിപ്പറേഷനിൽ നൈട്രജനും ഹൈഡ്രജനും എന്തിലൂടെ കടത്തിവിടുകയാണെങ്കിൽ ഒരു അയൺ ഉള്ള ഒരു ചേമ്പറിലൂടെ കടത്തിവിടുക, കാറ്റലിസ്റ്റ് ചേമ്പറിലൂടെ കടത്തിവിടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എന്ത് ഫോം ചെയ്യും? അമോണിയ ഫോം ചെയ്യും. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? കാറ്റലിസ്റ്റിന് ഉദാഹരണമാണ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് യൂസിങ് കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് കറ്റാലിസിസ്. അതിനെയാണ് വിളിക്കുക കറ്റാലിസിസ്. അപ്പോൾ ഈ കാറ്റാലിസിസിൽ വേറെ 2 ഫാക്ടേഴ്സ് ഉണ്ട്, പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയിസൺസ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് വിളിക്കുക പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടറിന് ഉദാഹരണം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹേബർ പ്രോസസ്സിൽ മോളിബ്ഡിനം അയണിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നു. മോളിബ്ഡിനം എന്ന പ്രൊമോട്ടർ അയണിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത് എന്തെന്ന് വിളിക്കാം? പ്രൊമോട്ടർ എന്ന് വിളിക്കാം.
ഇനി കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്നവയെ ഇൻഹിബിറ്റർ അല്ലെങ്കിൽ പോയിസൺ എന്ന് വിളിക്കുന്നു. ഉദാഹരണമാണ് ഈ ഹേവർ പ്രോസസ്സിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു? പോയിസണായിട്ട് ആക്ട് ചെയ്യുന്നു. കാർബൺ മോണോക്സൈഡ് പോയിസണായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഈ കാറ്റാലിസിസ് തന്നെ രണ്ട് തരത്തിലുണ്ട്: ഹോമോജീനിയസ് കറ്റാലിസിസ് ആൻഡ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇത് ഒരു സൾഫ്യൂരിക് ആസിഡിൻ്റെ ലെഡ് ചേംബർ പ്രോസസ്സിൻ്റെ ഒരു സ്റ്റെപ്പാണ്. സൾഫർ ഡൈ ഓക്സൈഡും ഓക്സിജനും നൈട്രിക് ഓക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ സൾഫർ ട്രയോക്സൈഡായിട്ട് മാറുന്നു. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന നൈട്രിക് ഓക്സൈഡാണ്. ഇതിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്, ഓക്സിജൻ ഗ്യാസാണ്, അതുപോലെ കാറ്റലിസ്റ്റും ഗ്യാസാണ്. അപ്പോൾ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഒരേ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരേ ഫേസിലാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഹോമോജീനിയസ് കറ്റാലിസിസ്. പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹോമോജീനിയസ് കറ്റാലിസിസും ഹെറ്ററോജീനിയസ് കറ്റാലിസിസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഒരേ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരേ ഫേസിലാണെങ്കിൽ എന്ത് വിളിക്കും? ഹോമോജീനിയസ് കറ്റാലിസിസ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം ഈഥൈൽ അസറ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസ്. എസ്റ്റർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമിലാണ്. ഈഥൈൽ അസറ്റേറ്റ് ലിക്വിഡാണ്. ഹൈഡ്രോളിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഉപയോഗിച്ചാണ്, വാട്ടറും ലിക്വിഡാണ്. അതിൻ്റെ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈലൂട്ട് ആസിഡാണ്, മിനറൽ ആസിഡ് HCl H2SO4 ഉപയോഗിക്കാം, അത് ലിക്വിഡാണ്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഒരേ അവസ്ഥയിലാണ്. അതുപോലെ കെയിൻ ഷുഗറിൻ്റെ ഹൈഡ്രോളിസിസും ഏത് തന്നെയാണ്? ഹോമോജീനിയസ് കറ്റാലിസിസ് തന്നെയാണ്. ഇനി നമുക്ക് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്താണെന്ന് നോക്കാം. ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് നേരത്തെ നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും സെയിം സ്റ്റേറ്റ് അല്ലെങ്കിൽ സെയിം ഫേസിലായിരിക്കും. അപ്പോൾ ഹെറ്ററോജീനിയസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഡിഫറൻറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഫേസുകളിലാണെങ്കിൽ എന്ന് വിളിക്കും? heterogeneous catalysis എന്ന് വിളിക്കും. If the reactant and catalyst are in different phases or different states, it is called heterogeneous catalysis. ഉദാഹരണം ഹേബർ പ്രോസസ്സിൽ എന്താണ് നമുക്കറിയാം, നൈട്രജനും ഹൈഡ്രജനും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, പക്ഷേ അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അത് ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. അതുപോലെ ഹൈഡ്രോജനേഷൻ ഓഫ് എഥീൻ്റെ ഹൈഡ്രോജനേഷൻ. അപ്പോൾ എഥീനിൽ ഇപ്പോൾ എഥീൻ എന്ന് പറഞ്ഞാൽ ഗ്യാസാണ്, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഗ്യാസാണ്, പക്ഷേ അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് മെറ്റൽസ് ആണ്. പ്ലാറ്റിനം, നിക്കൽ, പലേഡിയം തുടങ്ങിയ മെറ്റൽസ് ആണ്, അത് സോളിഡ് സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രോജനേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് ഫാറ്റ്. ഓയിലും ഫാറ്റും ഒക്കെ ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഹൈഡ്രജൻ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, പക്ഷേ അതിൻ്റെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന നിക്കൽ, പ്ലാറ്റിനം തുടങ്ങിയവയെല്ലാം എന്താണ് സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും വ്യത്യസ്ത സ്റ്റേറ്റുകളിലാണ്. അപ്പോൾ ഇതിന് ഈ ഹെറ്ററോജീനിയസ് കറ്റാലിസിസിന് ഒരു പ്രത്യേക തിയറി ഉണ്ട്. ആ തിയറിയുടെ പേരാണ് അഡ്സോർപ്ഷൻ തിയറി. അഡ്സോർപ്ഷൻ തിയറിയിൽ ഒരു 4-5 പോയിന്റുകളുണ്ട്. ജസ്റ്റ് നോക്കാം. എന്താണ് റിയാക്റ്റൻറ്റ് ഒന്നാമത്തെ പോയിന്റ്, റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ആർ ഡിഫ്യൂസ്ഡ് ഇൻ ടു ദ കാറ്റലിസ്റ്റ് സർഫസ്. കാറ്റലിസ്റ്റ് സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു? റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ് എന്താണ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ആർ അഡ്സോർബ്ഡ് ഓൺ കാറ്റലിസ്റ്റ് സർഫസ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ആർ അഡ്സോർബ്ഡ് ഓൺ കാറ്റലിസ്റ്റ് സർഫസ്. ആ കാറ്റലിസ്റ്റ് സർഫസിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നു. അവിടെ ബോണ്ടുകൾ ഫോം ചെയ്ത് അവിടെ എന്താണ് അഡ്സോർബ് ചെയ്യപ്പെടുന്നു. പിന്നെ മൂന്നാമത്തത് ഈ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് പരസ്പരം എന്താണ് ബ്ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ബോണ്ട് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്, ഒന്നെങ്കിൽ കാറ്റലിസ്റ്റും റിയാക്റ്റൻറ്റും കൂടെ ആവാം, അല്ലെങ്കിൽ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് തമ്മിലാകാമെന്നാണ് ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നു. പിന്നെ നാലാമത്തെ സ്റ്റേജ് ബ്രേക്കിംഗ് ഓഫ് ദ കോംപ്ലക്സ് ടു ഫോം. അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ബ്രേക്ക് ചെയ്ത് എന്തായിട്ട് മാറും? പ്രോഡക്ട്സ് ആയിട്ട് മാറും. അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ബ്രേക്ക് ചെയ്ത് പ്രോഡക്ട്സ് ആയിട്ട് മാറും. പിന്നെ അഞ്ചാമത്തെ സ്റ്റേജിൽ പ്രോഡക്ട്സ് ആർ ഡീസോർബ്ഡ് ഫ്രം ദി സർഫസ്. പുതിയ അഡ്സോർപ്ഷൻ നടക്കാനായിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ എന്താണ് കാറ്റലിസ്റ്റ് സർഫസിൽ നിന്ന് ഡീസോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ നടക്കണമെങ്കിൽ എന്താണ് അൺബാലൻസ്ഡ് വാലൻസീസ് അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് വാലൻസീസ് എന്തിൻ്റെ മേളിലുണ്ടായിരിക്കണം? ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ഉണ്ടായിരിക്കണം.